എന്താ വിഷ്ണുട്ടാ ഒന്നും പറയാത്തെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ മക്കളൊക്കെ ആരാവണമെന്ന് തന്റെ ആഗ്രഹം? അതിപ്പം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ വിഷ്ണുട്ടാ. അവരെന്താകണമെന്ന് അവരാഗ്രഹിക്കട്ടെ, എന്നിട്ട് അവരതാകട്ടെ. എന്നെ കളക്ടർ ആക്കണമെന്ന് എന്റെ അച്ഛനും അമ്മയും ചിന്തിച്ചില്ലല്ലോ. കളക്ടർ ആവണമെന്ന് ഞാനല്ലേ ചിന്തിച്ചേ. എന്റെ ആഗ്രഹം അതാ എന്നെ ഇവിടെ എത്തിച്ചേ. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ബോർഡ് വേണം. ഡോക്ടർ തന്നെ ആയിക്കോട്ടെ. അതിപ്പോ പപ്പിയായാലും സത്യമായാലും ആരെങ്കിലും ഒരാളെ ഡോക്ടറാക്കണം, മറ്റാളെ എഞ്ചിനീയറും. ചില്ലറ മോഹമൊന്നുമല്ലല്ലോ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന. അതല്ല, അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും അസുഖങ്ങൾ വരില്ലേ. ഇനിയിപ്പോ വയസ്സായി വരുന്നത് കൂടെയുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവുകയാണെങ്കിൽ മരുന്നിന് വേണ്ടിയിട്ട് അവരെ പുറത്തൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അതെ, ആദ്യം അവര് പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് മനക്കോട്ട കാണാം കേട്ടോ. എന്റെ മക്കൾ എന്റെ ആഗ്രഹം സാധിച്ചിരുന്നു, എനിക്ക് ഉറപ്പുണ്ട്. അതെ, കളക്ടർ മേഡം അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രണ്ടുപേരുവേ അച്ഛൻ മക്കളാ. ഞാൻ പറഞ്ഞാലൊന്നും അതുങ്ങൾ രണ്ടാളും കേൾക്കില്ല. എന്നാ വിഷ്ണുവേട്ടൻ പറഞ്ഞ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. എടോ, താൻ അവരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കാത്തോണ്ടാ. ഇനി മുതലേ എന്നേക്കാൾ നന്നായിട്ട് താൻ അവരുമായിട്ട് അടുക്കണം. അവരെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണം. ഞാനില്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നെ ആരാ ഉള്ളേ? താൻ തന്നെ നോക്കണ്ടേ? അതെ, എന്നെ എല്ലാ ഭാരവും ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനുള്ള പരിപാടിയാ? കുറച്ചു കാലായി വിദേശത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയാലോ എന്നൊരു ആലോചന ഇല്ലാതില്ല. അയ്യടാ, കൊന്നുകളയും ഞാൻ. എവിടെയാണോ അവിടെ വന്ന് കൊല്ലും. എനിക്കെന്നുവേ എന്റെ ഒപ്പം എന്റെ വിഷ്ണുവേട്ടൻ ഉണ്ടാവണം.